സുഹൃത്തുക്കളെ, ഈ വർഷത്തെ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇനി അവസാന ഘട്ടം കൂടിയേ ഉള്ളൂ. അതായത് 12-ാം തീയതി, ഇന്ന് 10-ാം തീയതി, 12-ാം തീയതിയോടുകൂടി അതും കഴിയും. ആ സമയത്ത് ഇതുവരെ കഴിഞ്ഞ വോട്ടിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ വളരെ രസകരമായ ഒരു വീക്ഷണം കണ്ടു. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മുൻതൂക്കം തികച്ചും ഇല്ലാത്തതാണെന്നും ഇപ്പം നിലവിലിരിക്കുന്ന ഗവൺമെൻറ്, പ്രത്യേകിച്ചു പിണറായി വിജയനും അതേപോലെ നേതാക്കളും നേതാക്കളുടെ മക്കളും ഭീകരമായ അഴിമതിയിലാണെന്നും ഭയങ്കര സ്വത്തുക്കാരാകുകയാണ്. അതാണ് നമ്മളെ ഏറ്റവും പ്രധാന പ്രശ്നമെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നും ആണ് വലതുപക്ഷം ആയ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തും അതിനു മുമ്പും ഉണ്ടായ ഭരണ നേട്ടങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അതായത് എല്ലാ വീട്ടിലും കൃത്യമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷ്യക്കിറ്റ് റേഷൻ ഷോപ്പ് മുഖാന്തരം വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ വാങ്ങി കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പാവങ്ങൾക്ക്, അഗതികൾക്ക് അല്ലെങ്കിൽ വയോജനങ്ങൾക്കുള്ള പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ സ്കൂളുകൾ വളരെ മെച്ചപ്പെട്ടതായിരിക്കുന്നു. അവർക്ക് നല്ല ആഹാരം, കുട്ടികൾക്കുള്ള ആഹാരം, ഇതൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പിണറായിൻ്റെ വീട്ടിൽ നിന്നല്ല, പിണറായിൻ്റെ തറവാട്ടിൽ നിന്നല്ല, പിണറായിയുടെ തന്തയുടെ നിന്നല്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. 100% പിണറായിയുടെ വീട്ടിൽ നിന്നുള്ള ഒരു നയാ പൈസ ഇല്ല. കാരണം പിണറായിയുടെ വീട് നിസ്വരാണ്. ഒരു വരുമാനവും ഇല്ലാത്ത സാധാരണ ഒരു ചെത്തുകാരൻ്റെ മകനായി ജനിച്ചു. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. അതല്ല പ്രശ്നം. അങ്ങനെ തന്നെ ഈ നമ്മൾക്ക് ഇവിടെ ഇപ്പം നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളും മറ്റും ഒക്കെ, വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ആഹാരം, അതേപോലെ തന്നെ വീട് നിർമ്മാണം, അതേപോലെ പിന്നെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും ഉയർന്ന ഒരു മുന്നേറ്റം, ലോകത്തിനാകെ മാതൃക, ഇതൊക്കെ തന്നെ പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നുമല്ല. അത് ശരിയാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ ടാക്സും മറ്റ് വരുമാനങ്ങളും കൊണ്ട് മാത്രം തന്നെയാണ്, അല്ലാതെ അയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഇതേപോലെയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സാമ്പത്തികമായ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും ഇതൊന്നും കിട്ടുന്നില്ല മക്കളെ. ഭക്ഷണം കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ്, കോവിഡിൻ്റെ കാലത്ത് ആട്ടി ഓടിക്കപ്പെട്ട മക്കളെ പിന്നെ റോഡിലാകെ എഴഞ്ഞു നടന്നത്. അവർക്ക് വീട്ടിലെത്താനുള്ള സാമ്പത്തിക സൗകര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റിയോ?
അപ്പോൾ ആ ഗവൺമെൻറ്റുകളിലും അങ്ങനെ കിട്ടണം എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനും അവരെ അതിന് അത് ആണ് വേണ്ടത് എന്ന് അവർക്ക് തോന്നിപ്പിക്കാനും വേണ്ടിയിട്ടെങ്കിലും ഇപ്പോൾ ഇതൊക്കെ തരുന്ന പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ LDF ഗവൺമെൻറ്റിന് നിങ്ങളുടെ വോട്ടുകൾ ചെയ്താൽ ഒന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം, നമ്മളെ കേരളത്തിന് പുറത്തുള്ള നിസ്വരായ അധകൃതരായ ഹരിജനങ്ങളായ ജനങ്ങളൊക്കെ അവർക്കൊക്കെ ഉള്ള അവകാശങ്ങൾ, വീട്, ഭക്ഷണം, വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ അവർക്കും അവകാശങ്ങളുണ്ട്. ഈ നിലവിൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന സമ്പത്ത് അവർക്ക് കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു പ്രചോദനമാവും എന്ന നിലക്ക് എൻ്റെ അഭിപ്രായത്തിൽ UDFകാരായ ആൾക്കാർ തന്നെ അതേപോലെ UDFകാരായ മറ്റ് UDFോ അല്ലെങ്കിൽ BJPയോ ആയ മറ്റ് ഗവൺമെൻറ്റുകളിലും അവിടെയുള്ള പാവപ്പെട്ടവരോട് എന്തെങ്കിലും ഒരു കരുതലും സ്നേഹവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, ഇത് കാണുന്നവർ വോട്ട് ചെയ്യേണ്ടത് LDFനല്ല, ഈ നിസ്വരായ ജനങ്ങൾക്കാണ്. അവിടെ നിസ്വരായ ജനങ്ങൾ ഇപ്പോഴും ഒരു ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാൻ സാധാരണ ഹരിജനങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലൊന്നും, എന്തിന് തലസ്ഥാനങ്ങളിൽ പോലും, ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് ഭോപ്പാലിൽ നേരിട്ട് കണ്ടതാണ്, സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തീണ്ടിക്കൂടായ്മയും തൊട്ടുകൂടായ്മയും ഇപ്പോഴും ആചരിക്കുന്ന, ഇപ്പോഴും സ്വന്തമായ ഒരു വീടോ സ്വന്തമായ കൃഷിസ്ഥലമോ സ്വന്തമായ മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളോ എന്തിന് റേഷനോ അല്ലെങ്കിൽ അഗതി പെൻഷനോ പോലും കിട്ടാത്ത ജനസാമാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കിട്ടുന്ന ഓരോരുത്തരും, അത് ആസ്വദിക്കുന്ന ഓരോരുത്തരും അങ്ങനെ കിട്ടാത്ത കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ള ഐക്യദാർഢ്യമായിട്ടെങ്കിലും അവരേത് പാർട്ടിയെങ്കിലും ആയിക്കോട്ടെ, അവർ സാക്ഷാൽ കോൺഗ്രസ്സോ BJP ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെയുള്ള BJPക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും അവർ വോട്ട് ചെയ്യുന്നത് ഇപ്രാവശ്യം LDFനാവണം. കാരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ വോട്ട് കിട്ടും എന്ന് പോലും മനസ്സിലാക്കാത്ത, കേവലം വെറും ഇലക്ഷൻ സമയത്ത് വോട്ടിന് പൈസ കൊടുക്കുകയും അല്ലെങ്കിൽ വോട്ടിന് ചാരായം കൊടുക്കുകയും ചെയ്ത് മാത്രം വോട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് ഒരു പാഠമായിട്ട്, ഒരു മാതൃകയായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇനി നമ്മുടെ കേരളമല്ലാത്ത മറ്റ് നോർത്ത് ഇന്ത്യയിലും കേരളത്തിന് പുറമുള്ള സ്ഥലങ്ങളിലും ഗവൺമെൻറ്റുകൾ അവരുടെ സ്വന്തം കാശിൽ നിന്ന്, പോക്കറ്റിൽ നിന്നുള്ള പൈസ എടുത്തിട്ടല്ല, ആ കിട്ടുന്ന ഗവൺമെൻറ് ഖജനാവിലെ പണം ആർക്ക് എങ്ങനെ വിനിയോഗിക്കണം എന്നതിനുള്ള ഒരു മാതൃകയാണ് ഇതെന്നും, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുടെ വോട്ട് കിട്ടും എന്ന് അവരെ മനസ്സിലാക്കിക്കാനായിട്ട് UDFകാരും BJPക്കാരും എൻ്റെ അഭിപ്രായത്തിൽ ഒരു തീവ്ര മനസ്സ് ഇല്ലാത്ത എല്ലാ ആൾക്കാരും ചെയ്യേണ്ട വോട്ട് ഇപ്പോൾ LDFനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ ഇതൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ ഓരോ വോട്ടും നിസ്വരായ സാധാരണ ജനങ്ങൾക്ക്, ഇന്നും സ്വന്തമായിട്ട് ഒരു വീടോ സ്വന്തമായിട്ട് ജോലിയോ സ്വന്തമായി മക്കൾക്ക് വിദ്യാഭ്യാസമോ സ്വന്തമായിട്ട്
കോവിഡിനുള്ള സൗകര്യങ്ങളോ കോവിഡ് ചികിത്സകളോ ഇതോ ഇല്ലാത്ത രാജ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ കോവിഡ് കാരണം കോവിഡ് ഉണ്ടായിട്ട് എല്ലാവരുടെ ചികിത്സയും പരമാവധി നന്നായിട്ട് തന്നെ ആദ്യകാലത്തെങ്കിലും പൂർണ്ണമായിട്ട് ഈ ഗവൺമെൻറ് നടത്തിയിരുന്നു. നേരെ മറിച്ച് ലോകത്തിലെ ഏറ്റവും പണക്കാരായ രാജ്യങ്ങളിൽ പോലും സ്വന്തം ആർക്കെങ്കിലും കോവിഡ് ഉണ്ടായാൽ സ്വന്തം കീശയിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ വാങ്ങി ചികിത്സ നടത്തേണ്ട ഗതികേടാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇത്രയും പാവപ്പെട്ട ഈ കേരളത്തിന് ഇവിടെയുള്ള നാട്ടുകാരുടെ കാര്യങ്ങൾ ഇങ്ങനെ കരുതലോടുകൂടെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതൊരിക്കലും സ്വന്തം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടിരുന്നതല്ല എന്നതുകൊണ്ട് മാത്രം അതിനെ നമ്മൾ അവഗണിക്കരുത്. അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതിന് നമ്മളുടെ വോട്ട് 100% അങ്ങനെ ചെയ്യുന്ന ജനോപകാരപ്രദമായി ചെയ്യുന്ന ഗവൺമെൻറ്റുകൾക്കാവണം എന്നാണ് ഇനി ഉള്ള അടുത്ത മറ്റന്നാൾ നടക്കുന്ന ഇലക്ഷനിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.